ഹല്ലേലൂയാ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 38:16 വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് അത് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആത്മാവ്, കർത്താവിനോടൊത്ത് ജീവിക്കുന്ന ആത്മാവായിട്ട് മാറുന്നത് ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദാനമായി അനുഗ്രഹമായി നൽകിയിരിക്കുന്ന അവിടുത്തെ ഏറ്റവും വലിയ സമ്പത്തായ അവിടുത്തെ തന്നെ ആത്മാവായ പരിശുദ്ധാത്മാവിലൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളൊക്കെ ഈ ആത്മാവിന്റെ ശക്തിയാൽ പൂരിതമാകുമ്പോൾ ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ലക്ഷ്യത്തോടെ ജീവിക്കാൻ നമ്മൾ പര്യാപ്തരാകും. ഈ ലോക ജീവിതത്തിലേക്ക് അപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കാത്തിടത്തോളം കാലം ഒരുപക്ഷെ ഈ ലോകത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, ദുരന്തങ്ങൾ ഇവയൊക്കെ സഹിക്കാനാകാതെ ഇനി ജീവിക്കണ്ട എന്ന് ചിന്തിക്കാൻ മാത്രം നമ്മൾ തളർന്നു പോകും. മറ്റൊരു വശത്ത് ഈ ലോകത്ത് എന്തിനു നന്മയെന്ന് ഇങ്ങനെ സുഖിച്ച് സന്തോഷിച്ച് സകല ലോകമോഹങ്ങളിലും വ്യാപരിച്ച് ജീവിച്ചാൽ മതി എന്ന ഒരു ചിന്ത നമ്മുടെ ജീവിതങ്ങളെ മതിക്കാം. അത് നമ്മളെ നിത്യനാശത്തിൽ, നിത്യനരകത്തിൽ കൊണ്ടെത്തിക്കാം എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് ലഭിക്കേണ്ട ഒരു ദൈവിക പ്രകാശം പരിശുദ്ധാത്മാവിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിച്ചം സ്വീകരിക്കുന്നവരായിട്ട് മാറുമ്പോൾ ആ ആത്മാവ് നമ്മളെ യഥാർത്ഥ ബോധ്യത്തിലേക്ക് നയിക്കും. ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്ന്, ഇവിടെ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതമെന്ന് ശക്തമായൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് തരും. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ജീവശക്തിയാണ്, ജീവാഗ്നിയാണ്, നമ്മുടെ ജീവിതങ്ങളെ നിരന്തരം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാഗ്നിയാണ്, ദൈവിക സാന്നിധ്യമാണ്. നമുക്ക് ഈ ആത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് തീക്ഷ്ണതയോടെ, ശക്തിയോടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തി എന്നിൽ പ്രകടമാകാൻ, ഞാൻ കർത്താവിനോടൊത്ത് ജീവിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു കരുത്തും ശക്തിയും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ചേർന്ന്. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതം മുഴുവൻ ഇതാ ഞാൻ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ബലഹീനതകളും കുറവുകളും ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പോരായ്മകളും എൻ്റെ എല്ലാ പരാധീനതകളും ഞാൻ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എന്നെ സ്വീകരിക്കണമേ. ജീവശക്തിയായി അവിടുന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ. ജീവപ്രകാശമായി എന്നിൽ അവിടുന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. അതുവഴി എൻ്റെ ജീവിതം കൂടുതൽ വെളിച്ചമുള്ളതായിട്ട് മാറട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെ, എൻ്റെ മനോവേദനകളെ, എൻ്റെ ശാരീരിക രോഗപീഠകളെ, എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളെ, ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ വേദനാജനകമായ അനുഭവങ്ങളെ, അവസ്ഥകളെ അതിജീവിക്കാൻ എൻ്റെ ജീവിതം കരുത്തുള്ളതായിട്ട് മാറട്ടെ. ഓ പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, നിരാശപ്പെട്ട് ഭയചകിതരായിരുന്ന അപ്പസ്തോലന്മാരിൽ നിറഞ്ഞവരെ ശക്തിപ്പെടുത്തി സാക്ഷിയാക്കി മാറ്റിയതുപോലെ എൻ്റെ ജീവിതത്തെ സാക്ഷിയാക്കി മാറ്റണമേ. ഈ ലോക ജീവിതത്തിൽ അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന ബോധ്യത്തിലേക്ക് എൻ്റെ ജീവിതം കടന്നു വരാൻ ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്നേഹത്തോടെ, തീക്ഷ്ണതയോടെ കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മശക്തിയാൽ നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടും. ബോധ്യത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, അഭിഷേകമായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കണമേ. ജീവശക്തിയെ, ദൈവ സ്നേഹാനുഭവമേ, ദൈവിക സാന്നിധ്യമേ എൻ്റെ ഉള്ളിൽ അവിടുന്ന് ആവസിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നിറയണമേ, എൻ്റെ ഉള്ളിൽ ഉജ്ജ്വലിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായി അവിടുന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ കാലഘട്ടങ്ങളിൽ അനേക ജീവിതങ്ങളിലേക്ക് വ്യാപരിച്ച് ഈ പ്രതിസന്ധികളെ മറികടക്കാനായിട്ടുള്ള ബോധ്യമായി മാറുന്നത് പോലെ ഇപ്പോൾ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലേക്കും വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന സകലരിലേക്കും അഗ്നിശക്തിയായി അവിടുന്ന് വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, ഒരു പുതിയ അഭിഷേകം കൊണ്ട് എന്റെ ജീവിതം നിറയപ്പെടാൻ, ഒരു പുതിയ ശക്തി കൊണ്ട് ജീവിതം നിറയാൻ, ജ്വലിക്കാൻ, ഓ ആത്മാവേ, ഓ ശക്തിയെ വ്യാപരിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ശക്തിയോടെ, തീക്ഷ്ണതയോടെ
ആത്മാവിൽ ജ്വലിച്ച് സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാം. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. പ്രാർത്ഥിക്കാം. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. കൈകൾ ഉയർത്തിക്കൊട്ടി. കൃപാഗ്നിയായി നിറയണമേ നിറയണമേ. കൃപാഗ്നിയായി നിറയണമേ നിറയണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. കൈകൾ താഴ്ത്തി വശങ്ങളിലേക്ക് കൈകൾ കൊട്ടി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ അനുഭവിക്കുന്ന വലിയ സ്വാതന്ത്ര്യത്തോടെ, ആനന്ദത്തോടെ, സ്നേഹപൂർവ്വം അവിടുത്തെ ആരാധിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവ സ്നേഹാനുഭവം കൊണ്ട് ഉള്ളിൽ നിറയ്ക്കാം. സിഹിയോൻ ശാലയിലന്നൊരു നാൾ സ്ലീഹരിൽ നിറഞ്ഞ ആത്മാവേ. സിഹിയോൻ ശാലയിലന്നൊരു നാൾ സ്ലീഹരിൽ നിറഞ്ഞ ആത്മാവേ. ജ്വലിക്കണമേ ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. ആത്മശക്തി ജ്വലിക്കട്ടെ. ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തിക്കൊട്ടി. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ. ഓരോ മനസ്സുകളിൽ നിന്ന് അറിയട്ടെ. വേദനിക്കുന്ന ഹൃദയങ്ങളിൽ നിറയപ്പെടട്ടെ. നിരാശപ്പെടുന്ന ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ. ഇരുളിമയാർന്ന ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. കൈകൾ വീശി. ആമേൻ ആമേൻ ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് നിറയാൻ, ജ്വലിക്കാൻ ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവാഗ്നിയായ പരിശുദ്ധാത്മാവേ, സഖിയോൻ ശാലയിൽ അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയ ദൈവിക സാന്നിധ്യമേ, ജോർദാൻ നദിയിൽ ഈശോയുടെ മേൽ ആവസിച്ച് പരസ്യ ജീവിതത്തിൽ വിശുദ്ധിയോടെ കൃപയോടെ വ്യാപരിക്കാൻ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ആത്മശക്തിയെ വ്യാപരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കൈകൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് നിറയണം. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ബുദ്ധിയിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ ആത്മാവിൽ അവിടെ നിന്ന് അറിയണമേ. ഞങ്ങളെ പൗത്രീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ ദിവ്യസ്നേഹാനുഭവത്താൽ അവിടെ നിന്ന് ജലിപ്പിക്കണമേ. പരിശുദ്ധമ്മയോട് ചേർന്ന്, വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കും. ആത്മാവേ, ഞങ്ങളെ അവിടുത്തെ ദിവ്യസ്നേഹ അഗ്നിയാൽ ജലിപ്പിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരിക്കാം നമുക്ക്. യോഹന്നാൻ സുവിശേഷത്തിന്റെ 16-ാം അധ്യായം 8-ാം വചനം നമുക്ക് പരിചിതമാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും
നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാണത്? അതാണ് ഈശോ പറയുന്നത്, സഹായകൻ, സത്യാത്മാവ്. ആ സത്യാത്മാവ് വരുമ്പോ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, പിന്നെന്താണ്? അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ വെളിച്ചത്തോടുകൂടെ ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന ലക്ഷ്യത്തോടുകൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എല്ലാ ദിവസവും ഈ മലമുകളിൽ നിന്ന് കഷ്ടപ്പെട്ട് ഈ പള്ളി വന്ന് കുർബാന കാണുമ്പോൾ അച്ഛാ, ഇതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്വർഗത്തിൽ ഈശോയോടൊത്ത് എത്തണ്ടേ? അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തിന്മയൊന്നും ചെയ്യാതെ ജീവിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മലയിറങ്ങി പള്ളി വന്ന് പ്രാർത്ഥിച്ച് മല കയറി ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഒരു സഹോദരി ഇന്നലെ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ചില ബോധ്യങ്ങളാണ് ഇതൊക്കെ. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ ആത്മാവിന്റെ നിറവ് കിട്ടുന്ന വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി എന്ത് ചെയ്യും? ഈ ലോകത്തിന്റെ എല്ലാ സന്തോഷവും സുഖവും ആസ്വദിച്ച് ജീവിക്കും. അത് മാത്രമല്ല, ഈ ലോകത്തിൽ ഏത് വ്യക്തിക്കെതിരെയോ ഏത് സാഹചര്യത്തിനെതിരെയോ ഏത് തരത്തിലുള്ള പ്രവൃത്തികൾ വ്യാപരിക്കാനും ഒരു മടി ഉണ്ടാകത്തില്ല. ഒരു വ്യക്തിയെ കൊല്ലാനോ തല്ലാനോ ഇല്ലായ്മ ചെയ്യാനോ ഒരു മടിയും വിചാരിക്കത്തില്ല. അതിന് കാരണം എന്താണ്? ആ വ്യക്തിക്ക് ഇപ്പൊ കാണുന്ന ഈ ജീവിതത്തിന്റെ അവസ്ഥ മാത്രമേ ഉള്ളൂ. ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ്? അതിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുക. എത്രയോ വേദനിച്ച് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് വഴിമുട്ടി നിൽക്കുന്ന നമ്മുടെ പഴയ അമ്മമാര് സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, നരകത്തിൽ പോകുമെന്ന് പേടിയുള്ളോണ്ടാ ജീവിതം അവസാനിപ്പിക്കാത്ത. നോക്കണേ, നരകത്തിൽ പോകുന്നു പേടിയുള്ളോണ്ടാ ജീവിതം അവസാനിപ്പിക്കാത്ത. ജീവിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടെന്ന്. ചിലപ്പോ ശരീരത്തെ ഇങ്ങനെ കാർന്നു തിന്നുന്ന അർബുദം കണക്ക് ചില രോഗാവസ്ഥകളോ മറ്റ് പീഡകളോ ആകാം ഒരു വ്യക്തിയെ വല്ലാണ്ട് തളർത്തിക്കളയുന്നത്. അവിടെയും ചിന്തിക്കുകയാണ്, ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ അത് ശരിയാകത്തില്ല. അതിജീവനത്തിന്റെ ചില വാക്കുകള് പ്രകാശമായിട്ട് സമൂഹത്തിൽ പരത്തി അനേകരുടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചം പകർന്ന് കടന്നു പോകുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ചില വ്യക്തികൾ അതികഠിനമായ പീഡനങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയോ കഠിന രോഗപീഠകളിലൂടെയോ കടന്നു പോകുമ്പോൾ പോലും അവരുടെ ഉള്ളിലേക്ക് ലഭിക്കുന്ന ചില ഉൾവെളിച്ചത്തില് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പ്രകാശം പരത്തുന്ന വ്യക്തികളായിട്ട് കടന്നു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ അവരുടെ ഒരു ആത്മശക്തിയാല് ഈ ലോകത്ത് ജീവിച്ചു പോകുന്നവരുണ്ട്. എയ്ഡ്സ് എന്ന മഹാരോഗം പിടികൂടിയവര് മുതല് അർബുദം കാർന്നു നിന്ന ജീവിതങ്ങൾ വരെ മനക്കരുത്തുകൊണ്ട് ആയുസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഒരു തരത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ലഭിക്കുന്ന ഒരു ശക്തിയാണ്. എന്താണ് ആ ശക്തി? ആ ശക്തിയെ നമ്മൾ വിളിക്കണം പരിശുദ്ധാത്മാവെന്ന്. ഒരു വിശ്വാസി അതിനെ വിളിക്കണം ദൈവത്തിന്റെ ആത്മശക്തി എന്ന്. ലൂക്കാസ് വിശേഷത്തിന്റെ 1:35 പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന വാക്കുകൾ അതാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അപ്പോസ്തലൻ ബ്രദർ 1:8 വചനത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, അതൊരു അഗ്നിയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, അതൊരു വെളിച്ചമായിട്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ആ വെളിച്ചം പകരാൻ മാത്രം നമ്മുടെ ജീവിതത്തെ പര്യാപ്തമാക്കുക. ഒരുപക്ഷെ രോഗപീഠകളോ പ്രതിസന്ധികളോ അസ്വസ്ഥതകളോ ഒക്കെ ഉള്ളിൽ ഉളവാകുമ്പോൾ അന്ധകാരം പരത്തി മറ്റുള്ളവരോട് വിലകെട്ട വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് ഒരുപക്ഷെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികൾക്കും രോഗപീഠകൾക്കും മുമ്പിൽ ജീവിതം മടുത്ത ഉള്ളിലേക്ക് ഇരുളിമ നിറച്ച് ആ ഇരുളിമ മാത്രം പകർന്നു കൊടുക്കുന്ന വ്യക്തികളുണ്ട്. വല്ലാതെ അസ്വസ്ഥരാകുക അവര്.
കണ്ണി കാണുന്നവരൊക്കെ ഒരു മുറിവേൽപ്പിക്കും. ഒരു പക്ഷേ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് നെഗറ്റീവ് എനർജി കൊടുക്കുന്നവരായിട്ട് മാറും. കണ്ടുമുട്ടുന്നവരൊക്കെ അവരെക്കുറിച്ച് ഭീതിയോടെ കാണും. ഇങ്ങനെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന വ്യക്തികളും ഉണ്ട് അല്ലേ? അവരെന്താണ്? ആത്മാവിന്റെ വെളിച്ചം കിട്ടാത്ത ജീവിതങ്ങളാണ്. എന്നാൽ ആത്മാവിന്റെ വെളിച്ചം കിട്ടിയ ജീവിതങ്ങളൊക്കെ പ്രകാശിക്കുന്ന ജീവിതങ്ങളാണ്. പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗത്ത്, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നെടുവീർപ്പിടുകയും വെമ്പൽ കൊള്ളുകയും എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്വർഗീയ വസതി ധരിക്കാൻ വേണ്ടിയിട്ട്. ധരിക്കാൻ. എന്നിട്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞങ്ങൾ ലജ്ജിതരാവുകയില്ല. കാരണം എന്താണ്? ഈ ഭൗമിക ഭവനം ഞങ്ങൾ ധരിക്കുകയാണ്. ഒരുപക്ഷെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവൻ ധരിക്കേണ്ടിയിരുന്ന വസ്ത്രത്തെക്കുറിച്ചൊക്കെ കർത്താവ് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ഇതൊരു ഉൾക്കാഴ്ചയോടുകൂടെ കാണേണ്ടതുണ്ട്. എന്താണത്? സ്വർഗീയ വസതി ധരിക്കാൻ മാത്രം ഒരുക്കമുള്ള ഒരു ജീവിതമായിട്ട് മാറുക. 5-ാം വചനത്തിൽ പൗലോസ് ശ്ലീഹ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിനെ അച്ചാരമായിട്ട്, അതായത് ആദ്യ ഗഡുവായിട്ട് മുൻകൂട്ടി നൽകിക്കൊണ്ട്, ആരുടെ ആത്മാവിനെ? അവിടുത്തെ തന്നെ ആത്മാവിനെ നമ്മളിലേക്ക് നൽകിക്കൊണ്ട് ഈ സ്വർഗീയ വസതി ധരിക്കാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഈ ബോധ്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ കിട്ടിയാൽ മാത്രമേ ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്ന്, ഒരു സ്വർഗം ഉണ്ടെന്ന്, നന്മ തിന്മകളെ വിധിക്കുന്ന ഒരു വിധിയുടെ ദിനമുണ്ടെന്ന് ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടുള്ളൂ. ഈ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോക ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഒരല്പം കൂടെ പ്രകാശത്തോടെ ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതം പര്യാപ്തമായിട്ട് തീരത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ചിന്താഗതികൾക്കനുസരിച്ച് അതിന്റെ ഭൗതികമായ അറിവ് വെച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാത്രം നമ്മൾ മാറും. ഒരുപക്ഷെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആശയവിനിമയ മാർഗങ്ങളും മൊബൈൽ ഫോണുകളായിക്കോട്ടെ, മറ്റുപകരണം ആയിക്കോട്ടെ, അവയൊക്കെ അവശ്യ വസ്തുക്കളായിട്ട് മാറുകയും എന്നാൽ വേണ്ടത്ര വിവേചന ശക്തിയോടുകൂടെയോ ആത്മാവിന്റെ പ്രകാശത്തിലോ അത് ഉപയോഗിക്കാൻ സാധിക്കാത്തത് മൂലം ലഭിക്കുന്ന സകല കാര്യങ്ങളും ബോധ്യമില്ലാതെ തലയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട്, ആത്മീയതയുടെ യഥാർത്ഥ ചൈതന്യം നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്ന ഒത്തിരി മക്കളുണ്ട്, ഒരുപാട് യുവജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്. സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഇതില്ലേ? എന്താണ് ഇതിന് കാരണം? നമ്മൾ തിരിച്ചറിയുകയാണ്, പരിശുദ്ധാത്മാവില്ലാത്തതാണ് കാരണം. ഈ ലോകത്തിന് അപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന്. അതുകൊണ്ട് ചാർവക സിദ്ധാന്തം വിഭാവനം ചെയ്യുന്ന തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്ന് പറയുന്നതായ ഒരു ചിന്താഗതിയിലേക്ക് മാത്രം നമ്മുടെ ജീവിതങ്ങൾ പരിമിതമാക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിയണം. ഈ ബോധ്യം ആത്മാവിലൂടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈശോ തന്നെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിന് 16-ാം അധ്യായം 2-ാം വചനത്തിൽ, ഇനിയും എനിക്ക് വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്കിപ്പോൾ കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. നോക്ക്, നിന്റെ ജീവിതത്തെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കേണ്ടത് ഈ സത്യാത്മാവാ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടെ നീങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മറ്റുള്ളവർ അവരുടെ ചിന്താഗതികൾ കൊണ്ട് രൂപപ്പെടുത്തി പ്രസരിപ്പിക്കുന്ന ഏത് വിഡ്ഢി ചിന്താഗതിയും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിച്ച് അതിനെ നമ്മൾ വിഴുങ്ങും. കാരണം എന്താണ്? നമുക്ക് ആത്മാവിൻ്റെ വെളിച്ചമില്ല, നമുക്ക് ആത്മാവിൻ്റെ ബോധ്യമില്ല. ആത്മാവിൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയാണോ ഞാൻ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലില്ല. ദൈവമക്കളെ, അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അനിവാര്യമായിട്ടുള്ളത് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണെന്ന് വ്യക്തമായിട്ട് അവബോധം ഉണ്ടാകണം. മക്കളുടെ ജീവിതങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കേണ്ടത് മറ്റൊരു വഴിക്കുമല്ല, ആത്മാവിൽ നയിക്കപ്പെട്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ബോധ്യത്തോടെ, കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ കരുത്തോടെ നമ്മുടെ ജീവിതങ്ങൾ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട്, ലോകത്തിന്റെ പ്രലോഭനങ്ങളെ, വ്യാമോഹങ്ങളെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള കരുത്തും ബലവും ശക്തിയുമുള്ള ജീവിതങ്ങളായിട്ട്, യഥാർത്ഥ ക്രിസ്തീയ ആത്മീയതയുടെ ചൈതന്യം പേർന്ന ജീവിതങ്ങളായിട്ട് മാറാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഇടവരുത്തും. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. ദിവ്യകാരുണ്യ സവിധേ തീക്ഷ്ണതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ ആത്മാവിന്റെ പ്രകാശത്താൽ ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന
സ്വർഗീയ ഭവനത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ശക്തി പകരണമേ. പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണമേ. ആമേൻ. ഓ യേശുവേ, പൗലോസ്ലീഹായിലൂടെ അവിടുന്ന് ഓർമ്മിപ്പിച്ചു, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ആ സ്വർഗീയ ഭവനത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, ഞങ്ങളെ നയിക്കുവാൻ അച്ചാരമായി നൽകിയിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിനെ. ഓ യേശുവേ, ഈ ലോക ജീവിതത്തിൽ അപ്പുറത്തേക്കുള്ള സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, ഈ ലോകത്തിലെ വശ്യതകളോ സുഖമോഹങ്ങളോ അല്ല, ഈ ലോകത്തിൽ ഏതെങ്കിലും തരത്തിൽ ജീവിക്കുകയല്ല, കൃപയോടെ, ചൈതന്യത്തോടെ, ദൈവസ്നേഹത്തോടെ, സഹോദര സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് സ്വർഗത്തെ കരഗതമാക്കാനായിട്ടുള്ള ആത്മാവ് നയിക്കുന്ന വഴിയെന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ നിറയണമേ. കർത്താവേ, കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരപ്പാടുകളും സങ്കടാനുഭവങ്ങളും ജീവിതവ്യതകളും ദുഃഖങ്ങളും നിത്യതയ്ക്ക് വേണ്ടി അവിടുന്ന് എന്നെ ഒരുക്കുന്ന അനുഭവങ്ങളാണെന്ന് പഠിക്കാൻ, കർത്താവേ, എന്നോടുള്ള കരുണയാൽ സ്വർഗം എനിക്ക് തരാൻ വേണ്ടി നീ വരുത്തിക്കൂട്ടുന്ന അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത അവസരങ്ങളും അനുഭവങ്ങളും എന്ന് തിരിച്ചറിഞ്ഞ് നിന്നിൽ ശരണപ്പെടാൻ വിശ്വാസത്തിൻ്റെ ധീരതയും ശക്തിയും ഓ കർത്താവേ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഈശോ, ജീവിതം മുഴുവൻ ഇതാ നിന്റെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടാനുഭവങ്ങൾക്കും എല്ലാ വേദനാനുഭവങ്ങൾക്കും കടന്നുപോകുന്ന എല്ലാ മുറിപ്പാടുകൾക്കും നിനക്ക് നന്ദി, നിനക്ക് നന്ദി, നിനക്ക് ആരാധന. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും കുരിശെടുത്ത് അനുഗമിക്കുക. എല്ലാ തോൽവികൾക്കും നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദാനന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിന്റെ സാന്നിധ്യത്തിൽ ആഹ്ലാദിക്കാൻ കൃപ തരണേ. സാന്നിധ്യം ഓ യേശുവേ, നീ മതി, സാന്നിധ്യം മതി. നാഥാനിൻ സാന്നിധ്യം മതി. കർത്താവ് ഒരുപാട് ജീവിതങ്ങളിലേക്ക് വലിയ ബോധ്യം നിറയ്ക്കുന്ന ഒരു സമയമാണിത്. ഈശോ നമ്മളെ ആശീർവദിക്കുന്ന സമയമാണിത്. കർത്താവിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങൾ അവിടെ നിറയ്ക്കുന്ന സമയമാണ്. എല്ലാ ദൈവമക്കളും യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ദൈവശക്തി നമ്മുടെ ജീവിതങ്ങളിൽ നിറയും. എല്ലാവരും ബോധ്യത്തോടെ തീക്ഷ്ണതയോടെ ഈ സമയത്ത് കർത്താവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത സങ്കടങ്ങളിലേക്കും നീ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ അനുഭവങ്ങളിലേക്കും ദൈവശക്തി നിറയും. ബോധ്യത്തോടെ വിളിക്കണം. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ആരാധന 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 വിശുദ്ധീകരിക്കണം, കൃപ നിറയട്ടെ, ബോധ്യം നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.